ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. شرع لكم من الدين ما وصى به نوحا والذي أوحينا إليك. നൂഹ് നബിക്ക് വസിയ്യത്ത് അറിയിച്ചത്, അല്ലാഹുവിന്റെ ഹബീബിലേക്ക് വഹി അറിയിച്ചത്, വമാ വസൈനാ ബിഹി ഇബ്രാഹീമ വമൂസ വഈസ നഖീമുദ്ദീന. കാലഘട്ടത്തിന്റെ പ്രവാചക ശ്രേഷ്ഠരെ മുഴുവനും പാരമ്പര്യത്തിന്റെ സനദ് കൃത്യമായി പറഞ്ഞുകൊണ്ട് ഈ പരമ്പരയെ ഉദ്ധരിച്ച ഖുർആൻ തന്നെ മുന്നിൽ വെച്ചിട്ട് പറയട്ടെ, ഈ പാരമ്പര്യത്തിന്റെ ആദ്യം മുതൽ അള്ളാഹുവിന്റെ അമ്പിയാക്കൾ മഹാന്മാരെ തവസ്സുൽ ചെയ്തത് കാണാം. അടുത്ത ഹദീസ് കേട്ടോളൂ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാല റസൂലുള്ളാഹി. ഒന്നുകൂടി ഖാല റസൂലുള്ളാഹി, ഒന്നുകൂടി ഖാല റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ ഹബീബ് തങ്ങൾ പറയുകയാണ്, ലമ്മ ഖതറഫ ആദമുൽ ഖതീഅത. മഹാനായ ആദം അലൈഹിസ്സലാം അല്ലാഹു വിലക്കിയ കനി സ്വർഗ്ഗത്തിൽ വെച്ച് കഴിച്ചതിന്റെ പേരിൽ ഖേദപ്രകടനം നടത്തിയിട്ട് ഭൂമിയിൽ വന്ന് ഗദ്ഗദത്തോടുകൂടെ പൊട്ടിക്കരഞ്ഞത് ആരെന്നല്ലോ? ആദം അലൈഹിസ്സലാത്തു വസ്സലാം 300 കൊല്ലം തുടർച്ചയായി ദുആരെന്നോ 300 കൊല്ലം തുടർച്ചയായി പൊട്ടിക്കരഞ്ഞു എന്ന് മഹാനായ ജലാലുദ്ദീൻ സുയൂത്തി തങ്ങള് മഹാനവറുകളുടെ ദുർറുൽ മൻസൂറിൽ രേഖപ്പെടുത്തുന്നത് കാണാം. അങ്ങനെ ആദം നബി പൊട്ടിക്കരഞ്ഞുകൊണ്ട് 300 കൊല്ലം ദുആരെന്നു എന്ന് പറയുന്ന ദുആഇന്റെ സംഭവ ബഹുലമായ ചരിത്രത്തെ കുറിച്ച് മഹാനായ ഇമാം ഹക്കീം അവിടുത്തെ മുസ്തദ്രക്കിൽ ഉദ്ധരിക്കുന്ന ഹദീസില് അല്ലാഹുവിന്റെ ഹബീബ് പറയാ, മഹാനായ ആദം അലൈഹിസ്സലാം ദുആരെന്നു, അല്ലാഹുവേ യാ റബ്ബി അസ്അലുക ബിഹഖ് മുഹമ്മദിൻ ലിമാ ഗഫർത ലീ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖ് ബറക്കത്ത് കൊണ്ട് നീ എനിക്ക് പൊറുത്തു തരണേ അല്ലാഹ്. മുഹമ്മദ് നബിയുടെ ഹക്ക് കൊണ്ട് നീ എനിക്ക് പൊറുക്കണേ അല്ലാഹ്. കൃത്യമായ ഇബാറത്ത് വായിച്ച് തന്നെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥലത്ത് വെച്ചുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നു കൊണ്ട് പറയുന്നു. ഈ ഹദീസിന്റെ അർത്ഥം പിന്നെ എങ്ങനെ പറയാനാ സഹോദരാ? അല്ലാഹുവിന്റെ പ്രവാചകനായ ആദം നബി അലൈഹിസ്സലാം ദുആരക്കുകയാണ്, യാ റബ്ബി അസ്അലുക ബിഹഖ് മുഹമ്മദിൻ ലിമാ ഗഫറത ലീ. അല്ലാഹുവേ 300 കൊല്ലമായി ഞാൻ കരഞ്ഞിട്ട് നിന്നോട് ദുആരക്കാ. ആ കണ്ണുനീരിന്റെ ചരിത്രത്തെ കുറിച്ച് ഹദീസിൽ കാണാം, ചരിത്രത്തിൽ കാണാം. ആ കണ്ണുനീര് ഈ ലോകത്തിന്റെ സുഹൃതമായിരുന്നു. അല്ലാഹുവേ മുഹമ്മദ് നബിയുടെ ഹക്ക് കൊണ്ട് നിന്നോട് ചോദിക്കുന്നു, ലിമാ ഗഫറത ലീ, നീ എനിക്ക് പൊറുക്കണേ അല്ലാഹ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആഇനെ അല്ലാഹു തിരിച്ചു ചോദിച്ചത് എന്താണ്? ആദം നബിയെ, കേരളത്തിലെ സമസ്തക്കാര് പറയുന്ന പോലെ, സുന്നികൾ പറയുന്ന പോലെ ഹക്ക് ബറക്കത്ത് ശിർക്കിന്റെ വാക്കല്ലേ? നിങ്ങൾ എന്തേ കിതാബ് ഓതിയിട്ടില്ല ആദം നബിയെ? അല്ലാഹു ചോദിച്ചത് അങ്ങനെയല്ല. ഹബീബായ നബി തങ്ങൾ പറയാ, ഫഖാലല്ലാഹു യാ ആദം കൈഫ അറഫ്ത മുഹമ്മദാ. ആദം നബിയെ, പിൽക്കാലത്ത് വരാനുള്ള നൂറ്റാണ്ടുകൾക്ക് ശേഷം പിറവിയെടുക്കാനുള്ള സഹനത്തിന്റെ സങ്കേതം, സമാധാനത്തിന്റെ സമവാക്യം, നീതിയുടെ നിറകുടം, മക്കയുടെ വരദാനം, മദീനയുടെ മന്നമാരുതൽ, ലോകത്തിന്റെ അജയ്യനായ പ്രഭുവേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ പടച്ചിട്ടില്ലല്ലോ ആദം നബിയെ. പിന്നെ എങ്ങനെയാണ് ആ മുഹമ്മദ് നബി അങ്ങ് അറിഞ്ഞത്? മുഹമ്മദ് നബിയെ കുറിച്ച് അങ്ങ് അറിഞ്ഞിട്ടാണോ അവിടുത്തെ ഹക്ക് ബറക്കത്ത് കൊണ്ട് എന്ന് ദുആരെന്നത്? ഖാല, ആദം നബി പറഞ്ഞു, യാ റബ്ബി ലി അന്നക ലമ്മാ ഖലഖതനി ബിയദിക വനഫഖത ഫിയ മിൻ റൂഹിക റഫഅത റഅസി. അല്ലാഹുവേ, നീ എന്നെ പടച്ച് എന്നിലേക്ക് നിന്റെ പരിശുദ്ധമായ റൂഹ് പ്രവേശിപ്പിച്ച് എന്റെ ശരീരം ജീവനുള്ളതായി വന്നപ്പോ ഈ ശരീരത്തിന്റെ ആദ്യത്തെ അനക്കം ചലനമുണ്ടല്ലോ അല്ലാഹ്, കഴുത്തൊന്ന് നിവർത്തലായിരുന്നു. ഞാൻ കണ്ടത് നിന്റെ അനുഗ്രഹീതമായ അർശിന്റെ തൂണുകളാണ് അല്ലാഹ്. ആ സമയത്ത് ഫറഅയ്തു അലാ ഖവാഇമിൽ അർശി മക്തൂബ
മക്തൂബൻ ബിലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നിന്റെ അർശിന്റെ വർണ്ണശബളമായ ആ തൂണുകളിൽ മുഴുവനും കൊത്തിവെച്ച നാമം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത് ഉല്ലേഖനം ചെയ്തു വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടതാണ് അല്ലാഹ്. ആ സമയം ഫഅലിംതു ഞാൻ മനസ്സിലാക്കി അന്നകല്ലം തുളിഫ് ഇലസ്മിക ഇല്ലാ അഹബ്ബൽ ഖൽഖി ഇലൈക. നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളെയല്ലാതെ നിന്നോടൊപ്പം നീ ചേർത്ത് പറയില്ലല്ലോ അല്ലാഹ്. ആ ഒരു തിരിച്ചറിവിന്റെ ഉള്ളിലുണ്ടായിരുന്നു. ആ മഹാൻ 300-ാമത്തെ കൊല്ലം ചെയ്ത ദുആയിൽ അല്ലാഹുവിന്റെ പ്രതികരണം വരികയാണ്. അല്ലാഹുവേ, നിന്റെ പ്രിയപ്പെട്ട സൃഷ്ടിശ്രേഷ്ഠനായ മുത്തായ നബിയെ ഞാൻ അവിടെ നിന്ന് മനസ്സിലാക്കിയതാണ് അല്ലാഹ്. അല്ലാഹു പറഞ്ഞു, സ്വദഖത യാ ആദം. ആദം നബിയെ അങ്ങ് ചെയ്തതും പറഞ്ഞതും മുഴുവനും ശരി തന്നെയാ. മുഹമ്മദ് നബിയുടെ ഹക്കോടുകൂടെ അങ്ങ് ചോദിച്ചത് ശരിയാണ് ആദം നബിയെ. ഇന്നഹു ലഅഹബ്ബുൽ ഖൽഖി ഇലയ്യ. എന്നിലേക്ക് ഏറ്റവും ഇഷ്ടം എന്റെ പ്രിയപ്പെട്ട മുത്തായ ഹബീബായ നബി തന്നെയാ. അതുകൊണ്ട് ആദം നബിയെ ഉദ്ഉനി ബിഹഖിഹി, മുഹമ്മദ് നബിയുടെ ഹക്ക് ബറക്കത്ത് കൊണ്ട് തന്നെ എന്ന് നിങ്ങൾ ദുആറന്നോ. ഫഖദ് ഗഫറതു ലക, അങ്ങയുടെ എല്ലാ കുറവുകളും ഞാൻ പരിഹരിച്ചു, പ്രാർത്ഥനയ്ക്ക് ഞാൻ ഇജാബത്ത് തരുന്നു എന്ന് അല്ലാഹ് പറഞ്ഞു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഞാൻ പറയട്ടെ, ഈ ഹദീസ് ഇമാം ഹാക്കിമിന്റെ മുസ്തദറക്കിൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ ഹദീസ് അവസാനിക്കുമ്പോ ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ചെറിയ വയറു നൊമ്പരമുണ്ടാവുന്ന ക്ഷുദ്രജീവികളെ ഉദ്ദേശിച്ച് തന്നെ ഇമാം ഹാക്കിം അവിടെ കുറിച്ച് വെച്ചിട്ടുണ്ട്, ഹാദാ ഹദീസുൻ സഹീഹുൽ ഇസ്നാദ്. സനദ് സ്വഹീഹായിട്ടുള്ള ഹദീസ് തന്നെയാ. മഹാന്മാരുടെ വിശ്വാസം ഹക്ക് ബർക്കത്ത് കൊണ്ട് ചോദിച്ചാൽ കിട്ടൂന്ന. അത് സ്വഹാബി മാത്രമല്ല ചെയ്തത്, ആദം നബിയും ചെയ്തു. ആദം നബിയും ചെയ്തു. ഞാൻ ഒരു ഹദീസും കൂടി പറയാൻ ഞാൻ വിശദീകരിക്കുന്നില്ല. ഇമാം തൊബ്രാനിയുടെ മുഅ്ജമിൽ ഒരു ഹദീസ് കാണാം. ഇമാം തൊബ്രാനിയുടെ മുഅ്ജമിൽ ഒരു ഹദീസ് കാണാം. ആ ഹദീസിൽ ഇനി അതിനപ്പുറത്തേക്ക് വേറൊന്നും പറയാനില്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ചെയ്തിട്ടുണ്ട്, ഹക്ക് ബറക്കത്ത് ചോദിച്ചിട്ടുണ്ട്. ഇമാം തൊബ്രാനിയുടെ അൽ മുഅ്ജമുൽ കബീറിൽ അൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ ലമ്മാ മാതത് ഫാത്തിമ ബിൻത് അസദ് ബിൻ ഹാസിം ഉമ്മു അലി ബിൻ അബി ത്വാലിബ്. അലിയാർ തങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ, ഒന്നുകൂടി പറഞ്ഞാൽ അബൂ ത്വാലിബിന്റെ ഭാര്യ, ഒന്നുകൂടി പറഞ്ഞാൽ 6-ാമത്തെ വയസ്സിൽ ആമിന ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായപ്പോൾ 6 വയസ്സുള്ള മുത്തുനബിയെ വളർത്തിയ പൊന്നാര ഉമ്മച്ചിയാ പ്രിയപ്പെട്ട ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ അലിയാർ തങ്ങളുടെ ഉമ്മ. മഹ്ദി അവറുകൾ വഫാത്തായ വിവരം പറയാ സ്വഹാബിയായ അനസ് ബിൻ മാലിക് എന്ന ഖാജ ആ സമയത്തുണ്ടല്ലോ ദഖല അലൈഹാ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ ഹബീബ് ഫാത്തിമ ബിൻത് അസദിന്റെ മയ്യിത്തിന്റെ സമീപത്തേക്ക് ചെല്ലാ. ഫജലസ ഇൻദ റഅസിഹാ, മഹ്ദി അവറുകളുടെ പരിശുദ്ധമായ ജനാസയുടെ സമീപത്ത് തലഭാഗത്ത് അല്ലാഹുവിന്റെ ഹബീബ് ഇരിക്ക. ഫഖാല, എന്നിട്ട് മരിച്ചു കിടക്കുന്ന ഉമ്മാക്ക് വേണ്ടി, വളർത്തുമ്മാക്ക് വേണ്ടിയിട്ട് പുന്നാര നിബിതങ്ങൾ ദുആരക്കാ റഹിമക്കില്ലായ ഉമ്മേ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, അല്ലാഹു നിങ്ങൾക്ക് കരുണ ചെയ്യട്ടെ ഉമ്മ, അല്ലാഹു നിങ്ങൾക്ക് കരുണ ചെയ്യട്ടെ ഉമ്മ. ഒരു മയ്യത്തിന്റെ സമീപം നിന്നുകൊണ്ട് പ്രാർത്ഥനയുടെ വാക്കുകൾ പറയുകയാ. അല്ലാഹുവിന്റെ ഹബീബ് സങ്കടം ദുആ ചെയ്തുകൊണ്ട് മയ്യത്തിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ട് തീർക്കുകയാ. എന്നിട്ടോ മരിച്ചു കിടക്കുന്ന ആളുടെ മദ്ഹ് പറയുകയാ. കുന്തു ഉമ്മി ബഅദ ഉമ്മി, എന്റെ ഉമ്മ മരണപ്പെട്ടതിന് ശേഷം ലോകത്തിന്റെ അഷ്റഫുൽ ഖൽഖിന്റെ ഉമ്മയുടെ സ്ഥാനത്ത് ഉമ്മയല്ലായിരുന്നു ഉമ്മ. മാത്രവുമല്ല വതുസ്ബിഇനി, എന്റെ വയറ് നിറച്ച് ഭക്ഷണം തന്നത് ഉമ്മയല്ലേ ഉമ്മ. വതസ്കി വതക്സീനി, എനിക്ക് ആവശ്യമായ വസ്ത്രം എന്നെ ഉടുപ്പിച്ചത് എന്റെ ഉമ്മയല്ലേ. വതംനഈന നഫ്സകി ത്വീബ, എനിക്ക് വേണ്ടി ഉമ്മാന്റെ മടിത്തട്ട് ഒരുപാട് മുഷിഞ്ഞിട്ടില്ലേ, ആ ശരീരം ഒരുപാട് വീർപ്പ് മുട്ടിയിട്ടില്ലേ. എനിക്കൊരുപാട് ഭക്ഷണം തന്നിട്ടില്ലേ. മാത്രവുമല്ല തുരീദീന ബിദാലിക വജ്ഹല്ലാഹി വദ്ദാറൽ ആഖിറ,
എന്നെ പോലത്തെ ഒരു അനാഥയെ, എന്നെ പോലത്തെ ഒരു യതീമിനെ പോറ്റി വളർത്തുമ്പോൾ അല്ലാഹുവിന്റെ വജ്ഹല്ലാതെ മറ്റൊരു നെയ്യത്തും നിങ്ങളുടെ മനസ്സിലില്ലാതെ എനിക്കറിയാമായിരുന്നു ഉമ്മ. അള്ളാഹുവിന്റെ ഹബീബ ഉമ്മാന്റെ മദ്ഹുകൾ പറഞ്ഞിട്ട് അവരുടെ തലക്കും ഭാഗത്തിരുന്നു കൊണ്ട് ദുആ എന്നിട്ട് മൂന്ന് വട്ടം വെള്ളം ചൊരിഞ്ഞുകൊണ്ട് മയ്യിത്ത് വൃത്തിയായി കുളിപ്പിക്കണമെന്ന് നേതൃത്വം കൊടുത്തുകൊണ്ട് പറയുകയാണ് സയ്യിദുനാ റസൂലുള്ളാഹി ഫലമ്മാ ബലഗൽ മാ അല്ലദീ ഫീഹിൽ കാഫൂർ. കർപ്പൂരം കലക്കിയിട്ട് മയ്യിത്ത് കുളിപ്പിക്കുമ്പോൾ വെള്ളമൊഴിക്കാറുണ്ടല്ലോ, കർപ്പൂരം കലക്കിയതായ വെള്ളമൊഴിക്കാൻ നേരമായപ്പോ അള്ളാന്റെ ഹബീബ് പറഞ്ഞു വരട്ടെ, ഒഴിക്കാൻ വരട്ടെ. സക്കബഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിയദിഹി. കർപ്പൂരം മയ്യിത്ത് കുളിപ്പിക്കാനുള്ള വെള്ളത്തിൽ കലക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ജുബ്ബയുടെ കഫങ്ങ് കയറ്റി വെച്ചിട്ട് പുന്നാര നബിയുടെ പുണ്യം ചെയ്ത ബറക്കത്തുള്ള കൈകൊണ്ട് ആ മയ്യിത്തിനെ കുളിപ്പിക്കാനുള്ള കർപ്പൂരം കലക്കിയ വെള്ളത്തിന്റെ അകത്തേക്ക് കർപ്പൂരം കലക്കാൻ അവിടുത്തെ കൈ കൊണ്ട് ഇങ്ങനെ ഇളക്കുകയാണ്. സുമ്മ ഖലഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖമീസഹു. എന്നിട്ട് അവിടുത്തെ ശരീരത്തിൽ ഒട്ടിച്ചേർന്ന് കിടക്കുന്ന വിയർപ്പ് പുരണ്ടിട്ടുള്ള പുന്നാര നബിയുടെ വിയർപ്പ് പുരണ്ടിട്ടുള്ള ഖമീസ് അങ്ങ് ഊരിയിട്ടോ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ ഖമീസ് ഊരിയിട്ടോ. ആ ഖമീസ് മഹാനായ പ്രവാചകൻ ആ ഉമ്മാന്റെ മയ്യത്തിന്റെ കഫൻ പുടവയായി ആ ശരീരത്തിൽ അണിയിക്കാൻ വേണ്ടി നിർദ്ദേശിക്കുകയാ. ഫഅൽബസഹാ ഇയാഹു വകഫനഹാ ബിബുർദിൻ ഫൗഖഹു. പുന്നാര നബി തങ്ങളുടെ പൂമേനിയിൽ ഒട്ടിച്ചേർന്ന് കിടന്ന ശറഫാക്കപ്പെട്ട ആ ബറക്കത്തുള്ള ഖമീസ് മയ്യത്തിന്റെ ശരീരത്തിൽ വെച്ചിട്ടോ അതിന്റെ മുകളിൽ ഒരു പുതപ്പ് കൊണ്ട് പൊതിഞ്ഞിട്ട് പിന്നെ കഫൻ പുടവയുടെ സാധാരണ രീതിയിലേക്ക് പൊതിയാൻ അള്ളാഹുവിന്റെ ഹബീബ് തങ്ങൾ പറഞ്ഞേൽപ്പിച്ചിട്ട് പിന്നെ ഹബീബായ നബി തങ്ങൾ ഖബർ വെട്ടുന്ന ഇടത്തിലുള്ള ആവശ്യങ്ങൾ എന്തൊക്കെയെന്നറിയാൻ വേണ്ടി മഹാനായ ഉസാമത്ത് ബിൻ സയ്യിദിനെയും മഹാനായ അബൂ അയ്യൂബ് അൽ അൻസാരി തങ്ങളെയോ മഹാനായ ഉമർ ബിൻ അൽ ഖത്താബ് തങ്ങളെയും പിന്നെയോ ഒരു അടിമയെയും വിളിച്ചിട്ട് പറഞ്ഞു ഖബർ കുഴിക്കുന്നിടത്ത് പോയിട്ട് അതിന്റെ വേണ്ട വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണേ. അങ്ങനെ അവര് ചെന്നുകൊണ്ട് ഫഹഫറു ഖബറഹാ. അലിയാർ തങ്ങളുടെ ഉമ്മയായ ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹയ്ക്ക് വേണ്ട ഖബർ കുഴിക്കാൻ പറയപ്പെട്ട സ്വഹാബികൾ ചെന്നുകൊണ്ട് ഖബർ കുഴിച്ചു കഴിഞ്ഞപ്പോ നമ്മളൊക്കെ മയ്യത്ത് വെക്കുന്ന ലഹദുണ്ടല്ലോ ഉള്ളിന്റെ ഉള്ളിലാ ചെറിയ ഖബർ. ഞങ്ങളുടെ നാട്ടിൽ അതിന് പറയും, ഞങ്ങളുടെ നാട്ടിൽ പൊതുവെ തള്ളാപ്പുള്ള പറയൽ കൂടുതലാണല്ലോ, പുള്ളക്കബർ എന്ന് പറയാ. ഇവിടെ എന്താ പറയാ? ഇവിടെ നിങ്ങളുടെ ഇരിപ്പ് കണ്ടാ തോന്നുന്നു ഇവിടെ ആരും മരിക്കാറുമില്ല മറവ് ചെയ്യാറുമില്ല. അങ്ങനെ ഒരു ഖബറുണ്ടോ? ആ ഖബറിന് എന്താ പറയാ? പുള്ളക്കബർ തന്നെയാണ്, ഉൾഖബർ. നിങ്ങൾ സാഹിത്യമൊക്കെ പഠിച്ചുകൊണ്ട് നമ്മുടെ അത്ര അങ്ങോട്ട് ആവണില്ല. ഉൾഖബർ അല്ലേ? അവിടെ എത്തി പണി. അപ്പൊ ആളെ പറഞ്ഞയച്ചു ഇലാ ഹളറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ വിഷയം സച്ചരിതരുടെ പാത. ഇവരൊക്കെ എങ്ങനെയാണെന്ന് ഒന്ന് ആലോചിക്കണം. ബർക്കത്ത് റസൂലുള്ളാഹിയുടെ ജുബ്ബ ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹയുടെ ശരീരത്തിലെ സ്വഹാബികളുടെ വിശ്വാസം, ഹബീബിന്റെ വിശ്വാസം. ഇതൊക്കെയാണ് നമ്മളൊരു മാസികാദീനിന്റെ പിന്നാലെ പോയി പരിഷ്കാരങ്ങളിലൂടെ നമ്മളൊരു പ്രത്യേക കോലം കെട്ടിയിട്ടൊന്നും കാര്യമില്ല. ഇനി കേട്ടോളൂ, ഖബർ ഉൾഖബറിന്റെ ഭാഗത്തിപ്പോ അവിടെ എത്തിയപ്പോൾ ആ പണി നിർത്തിവെക്കാൻ പറഞ്ഞു. ഹഫറഹു റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ ഹബീബ ഉൾഖബർ കുഴിച്ചത് ബിയദിഹി, അവിടുത്തെ ശറഫാക്കപ്പെട്ട കൈകൊണ്ട് തന്നെ. എന്നിട്ടോ വഅഖറജ തുറാബഹു ബിയദിഹി. ആ ഉൾഖബറിലെ മണ്ണ് റസൂലുള്ളാഹിന്റെ കൈകൊണ്ട് കോരി പുറത്തേക്ക് ഇട്ടു. ഫലമ്മാ ഫറഗ ദാലിക റസൂലുള്ളാഹി. ഉൾഖബറിന്റെ പണിയും കഴിഞ്ഞപ്പോൾ ഫളതജഅ ഫീഹി. ഹബീബായ നബി തങ്ങൾ ആ ഉൾഖബറിൽ അങ്ങ് ചെരിഞ്ഞു കിടക്ക. എന്നിട്ടോ സുമ്മഖാല, പ്രിയപ്പെട്ട ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ എത്ര ഭാഗ്യവതിയാ. അല്ലാഹുവിന്റെ ഹബീബ ഖബറിൽ കിടന്നു കൊടുക്കുന്നു. ആ ഖബറിൽ റസൂലുള്ള കിടന്നതിന് ശേഷമേ ആ മയ്യത്ത് കൊണ്ടുവന്നിട്ടുള്ളൂ. ഖബറിന്റെ അളവെടുക്കാൻ വേണ്ടിയിട്ട് കിടന്നതല്ല. ഹബീബിന്റെ ബറക്കത്താണിത്, പുന്നാർ നബി തങ്ങളുടെ ബറക്കത്താണ്. അവിടെ കിടന്നുകൊണ്ട് ഹബീബായ നബി തങ്ങൾ പറയാണ്, ഓതുകയാണ് അല്ലാഹുൽ ലദീ യുഹീ വയുമീ
മുമീത്. അല്ലാഹുവേ, ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും നീയാണ്. വഹുവ ഹയ്യുൽ ലാ യമൂത്ത്, അവനെന്നും ജീവിച്ചിരിക്കുന്നവനാ, അവൻ മരണപ്പെടുന്നവനല്ല. ഇഗ്ഫിർ ലി ഉമ്മി ഫാത്തിമ ബിൻത് അസദ്, അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഫാത്തിമ ബിൻത് അസദിനെ നീ പുറത്തു കൊടുക്ക് അല്ലാ. മരിച്ചുപോയവർക്ക് വേണ്ടിയിട്ട് ജീവിച്ചിരിക്കുന്നവർ ചെയ്യുന്ന ദുആ. മരണപ്പെട്ടു പോയ എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഫാത്തിമ ബിൻത് അസദിനെ നീ പുറത്തു കൊടുക്കണേ അല്ലാ. വലഖിൻഹാ ഹുജ്ജതഹാ, അവരുടെ ആഖിറം നീ വെളിച്ചമാക്കുക അല്ലാ. വവസ്സി അലൈഹാ മദ്ഖലഹാ, അവരുടെ ഖബർ നീ അവർക്ക് വിശാലമാക്കി കൊടുക്കുക അല്ലാ. ഇങ്ങനെ ദുആരക്കാ ഖബറിൽ കിടന്ന് ആര് ദുആരക്കുന്നു? സയ്യിദുനാ റസൂലുള്ളാഹി. ഹദീസ് എവിടെയുണ്ട്? തൊബറാനി ഇമാമിന്റെ അൽ മുഅ്ജമുൽ കബീറിലുണ്ട്. ഇനി ബാക്കി ദുആ കേട്ടോളൂ. അല്ലാഹുവേ, അവർക്ക് നീ പൊറുക്കണേ, നീ അവർക്ക് കരുണ ചെയ്യണേ, ഖബർ വിശാലമാക്കണേ. ബിഹഖി നബിയിക, നിന്റെ നബിയുടെ ഹക്ക് കൊണ്ട്, നിന്റെ നബിയായ എന്റെ ഹക്ക് കൊണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി വൽ അംബിയാ ഇല്ലദീന മിൻ ഖബ്ലി, എന്റെ മുന്നേ കഴിഞ്ഞു പോയ 1,23,999 നബിമാരുടെയും ഹക്ക് ബറക്കത്ത് കൊണ്ട് ഫാത്തിമ ബിൻത് അസദിനെ നീ പൊറുക്കണേ അല്ലാ. സയ്യിദുനാ റസൂലുള്ളാഹി ഫഇന്നക അർഹമുർ റഹീമീൻ. സ്വഹാബത്തിന്റെ വിശ്വാസം, മരിച്ചവർക്ക് വേണ്ടി ദുആരക്കണം. ഹക്ക് ബറക്കത്ത് കൊണ്ട്, ഹക്ക് ബറക്കത്ത് കൊണ്ട്, ഹക്ക് ബറക്കത്ത് കൊണ്ട് ദണ്ണം വഭാവ സൂര്യയും മാറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്റെ പ്രിയമുള്ളവരെ, ഈ ഒരു രീതിയിലൂടെ ലോകത്തുള്ള മുസ്ലിമീങ്ങൾ ജീവിച്ചു പോന്നിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വഴിയെ തള്ളിയിട്ട്, സ്വഹാബത്തിന്റെ വിശ്വാസത്തെ തള്ളിയിട്ട്, സ്വഹാബത്ത് പഠിപ്പിച്ചു തന്ന കർമ്മപരമായ കാര്യങ്ങളെ തള്ളിയിട്ട് നജ്ദിയൻ ചിന്താഗതി കേരളത്തിലേക്കെന്നല്ല ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് കടന്നു വരുന്നത്. ഒരു കാര്യം മനസ്സിലാക്കിക്കോ, അള്ളാഹുവിന്റെ ഹബീബിന് 58 വയസ്സ് പ്രായമുള്ളപ്പം മദീനത്ത് ജീവിച്ചിരിക്കുമ്പോഴാ ഈ കേരളത്തിലേക്ക് മഹാന്മാരായ സ്വഹാബത്ത് കടന്നു വരുന്നത്. ചീറും തിരകൾ കടന്നോ ഹിമാലയമേറിയ വന്നവരേറെയില്ല. മഹാന്മാരായ സ്വഹാബത്ത് കടന്നു വരുന്നു. റസൂലുള്ള മദീനത്ത് ഉള്ള കാലഘട്ടത്തിൽ തന്നെ വരുന്നു. ആ കാലഘട്ടത്തിൽ വന്നപ്പോൾ നമുക്ക് പഠിപ്പിച്ചു തന്ന പാരമ്പര്യ ദീന് തന്നെയാ അഹ്ലുസുന്നത്തി വൽ ജമാഅ. 1922 കേരളത്തിൽ കേരള മുസ്ലിം ഐക്യ സംഘം എന്ന് പറയുന്ന പേരില് ഒരു സംഘടന വരികയാണ്. മഹാന്മാരായ സ്വഹാബത്ത് ഇവിടെ കൊണ്ടുവന്നതിന് യമന് വഴി ഇങ്ങോട്ട് വന്ന സ്വഹാബികളുടെ ശേഷക്കാരായ താബിഈങ്ങളും കൊണ്ടുവന്നിട്ടുള്ളതായ മഹാന്മാരായ മഖ്ദൂമിങ്ങളത് ജീവിതത്തിന്റെ ഭാഗമായി ചേർത്ത് വെച്ച വഴി അതെല്ലാം തള്ളിക്കളഞ്ഞിട്ട് 1922 കേരളത്തിൽ കേരള മുസ്ലിം ഐക്യ സംഘം എന്ന് പറയുന്ന ഒരു സംഘടന വരുമ്പോൾ മഖ്ദൂമി പാരമ്പര്യത്തിന്റെ ലിഖിത രൂപമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന സംഘടന ഇടപെടേണ്ടി വരികയാ, ജന്മമെടുക്കുകയാ. നജ്ദിയൻ ചിന്താഗതിയോട് ഒരിക്കലും നമുക്ക് യോജിക്കാൻ കഴിയില്ലാതെ സന്ധിയില്ലാ സമരം ചെയ്യാൻ വേണ്ടിയിട്ട് മഖ്ദൂമി പാരമ്പര്യത്തിന്റെ ലിഖിത രൂപമായ സമസ്ത വരികയാണ്. എന്താ, നജ്ദിനോട് നമുക്ക് യോജിക്കാൻ കഴിയുമോ? ഇല്ലല്ലോ. നജ്ദിനോട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അൻഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ സാമിനാ വഫീ യമനിനാ. 14 നൂറ്റാണ്ട് മുമ്പ് അല്ലാഹുവിന്റെ ഹബീബ് ദുആ എന്നിട്ടുണ്ട്, അല്ലാഹുവേ ഷാമിലും യമനിലും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഷാമിലും യമനിലും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഷാമിലും യമനിലും നീ ബറക്കത്ത് ചെയ്യണേ എന്ന് റസൂലുള്ളാഹി ദുആ എന്നപ്പോ ഖാലു സ്വഹാബത്ത് തിരിച്ചു ചോദിച്ചു, നബി അങ്ങയുടെ ദുആഇൽ വഫീ നജ്ദിനാ, നജ്ദിലും ബറക്കത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങ് ദുആരക്കണേ. അല്ലാഹുവിന്റെ ഹബീബ് അതിനോട് പ്രതികരിച്ചത് ആദ്യം ചെയ്ത ദുആ വീണ്ടും ചെയ്യലാ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ സാമിനാ വഫീ യമനിനാ. അല്ലാഹുവേ
നീ ഷാമിലും യമനിലും ബറക്കത്ത് ചെയ്യണേ, നജദില് ബറക്കത്ത് ചെയ്യാൻ റസൂലുള്ളാഹി ദുആ എന്നില്ല മുഖം വാടുകയാ. സ്വഹാബത്തിന്റെ ചോദ്യം ആവർത്തിക്കുകയാ, റസൂലുള്ളാഹി തങ്ങൾ ദുആ ആവർത്തിക്കുകയാ. ആ സമയത്ത് സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, നബി എന്താ നജദിന്റെ പ്രശ്നം? ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഹുനാക സലാസിൽ, വലിയ പ്രകമ്പനങ്ങളും സമൂഹത്തെ ഛിന്ന ഭിന്ന ശിഥിലമാക്കുന്ന ആശയങ്ങളും ഉടലെടുക്കുന്നത് അവിടെയാണ്. വൽ ഫിത്നു, അവിടെയാ കുഴപ്പങ്ങളും കലാപങ്ങളും തീവ്രവാദം വരുന്നത് നജദിയൻ ചിന്താഗതിയുടെ പിന്നാമ്പുറമാണെന്ന് 14 നൂറ്റാണ്ട് മുന്നേ ബിദ്അത്തിന്റെ വിഷബീജത്തിലേക്ക് ചൂണ്ടിയിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു. പിന്നെ പറഞ്ഞു, ബിഹായത്തുൽ ഉഖറു ശൈത്താൻ, പിശാചിന്റെ സ്വാധീനങ്ങളും കൊമ്പുകളും അവിടെ കോർക്കപ്പെടുന്നു, അവിടെ ജന്മമെടുക്കുന്നു. മനുഷ്യനെ തീവ്രമായ ചിന്തയിലേക്ക് കൊണ്ടുപോകുന്ന തീവ്രവാദത്തിന്റെ വേര് മുളച്ചു വരുന്നത് അവിടെയാണ്. അതെല്ലാം ഉടലെടുക്കുന്നത് നജദില. അവിടെ ബറക്കത്തിന് വേണ്ടി റസൂലുള്ളാഹി ദുആ എന്നിട്ടില്ല. ആ നജദിയൻ ചിന്താഗതി കേരളത്തിലേക്ക് വന്നപ്പോ ബിദ്അത്ത് വളരുന്നതിന്റെ അപകടം മനസ്സിലാക്കിയ വലിയും കാലഘട്ടത്തിന്റെ കുത്തുബുമായ മഹാനായ വരക്കൽ സയ്യിദ് അബ്ദുറഹ്മാൻ ബഅലവി ഹദറമി മുല്ലക്കോയ തങ്ങൾ സ്വന്തം വസതിയിലേക്ക് കാലഘട്ടത്തിന്റെ പ്രധാനികളായ പണ്ഡിതന്മാരെ മുഴുവനും വിളിച്ചു വരുത്തി. എന്നിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞു. ഈ നജദിയൻ ചിന്താഗതി സ്വഹാബത്ത് പറഞ്ഞതെന്ന് ദീനിനെ അറുത്തുമുറിക്കുന്ന ഈ നജദിയൻ ചിന്താഗതി നമ്മുടെ മണ്ണിലങ്ങ് വളരാൻ പറ്റൂല, ദൗത്യമുണ്ട്. മൗനികളായാൽ അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ സമാധാനം പറയേണ്ടി വരുമെന്ന് പറഞ്ഞ് മഹാനവറുകൾ കാലഘട്ടത്തിന്റെ ദൗത്യം പൂർത്തീകരിച്ചപ്പോ താൽക്കാലികമായി 925 കോഴിക്കോട് ടൗൺ പള്ളിയിൽ വെച്ചുകൊണ്ട് മഹാനവറുകളുടെ നേതൃത്വത്തിൽ അതാ താൽക്കാലികമായ ഒരു പണ്ഡിത സഭ രൂപീകരിക്കാൻ തീരുമാനിക്കുന്നു. പണ്ഡിത സഭ താൽക്കാലികമായി 925 രൂപീകരിക്കുന്നു. പിന്നീട് ഒരു കൊല്ലം കഴിഞ്ഞ് 1926 ജൂൺ മാസം 26 കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് മഹാനായ സയ്യിദ് ഹാഷിം ചെറുകുഞ്ഞിക്കോയ തങ്ങൾ പാപ്പായുടെ നേതൃത്വത്തിൽ നേരത്തെ രൂപീകരിച്ച താൽക്കാലിക സംഘടനയെ സ്ഥിരപ്പെടുത്തിയിട്ട് മഹാനായ വരക്കൽ ഉപ്പാപ്പാന്റെ നേതൃത്വത്തിൽ ജീവിതത്തിൽ കറാഹത്ത് ചെയ്യാത്ത മഹാന്മാർ, ഒന്നുകൂടി പറയട്ടെ, അന്നത്തെ ആ പണ്ഡിത സഭയിൽ അന്ന് കൂടിയവരിൽ വെച്ച് ഓരോരുത്തരുടെയും പേര് പറഞ്ഞുകൊണ്ട് എണ്ണമെടുത്ത് വരുമ്പോൾ ഒരു 27 വയസ്സുകാരന്റെ പേരവിടെ കാണാമായിരുന്നു. ആ പേരിന്റെ നമ്പറും 27 തന്നെ. ആ 40 അംഗ മുഷാവറയിൽ അന്നുണ്ടായിരുന്ന 27 വയസ്സുകാരൻ 27ാമത്തെ നമ്പർ മഹാനായ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു വഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് സിയം വലിയുല്ലാഹി തങ്ങൾ എന്ന് പറയുന്ന അല്ലാഹുവിന്റെ വലിയും ഖുതുബുമായ മഹാനവറുകളുടെ ഉസ്താദിന്റെ ഉസ്താദാർ റഈസുൽ മുഹഖഖീൻ മഹാനായ വരക്കൽ പാപ്പായുടെ ആ കണ്ടനാളം ഇടറിയിട്ടുള്ള വിതുമ്പുന്ന ചുണ്ടുകൾ കണ്ണുനീരൊലിച്ചിറങ്ങിയ കവിൾത്തടത്ത് സാക്ഷിയാക്കിയിട്ടുള്ള വല്ലാത്ത ദുആഇന് അന്ന് ആമീൻ പറഞ്ഞു. അല്ലാഹുവേ, ഈ പതാക താഴെ വെക്കല്ലേ അല്ലാ, ഈ പതാക ഒരു ദൗത്യമാണ് അല്ലാ. പരിശുദ്ധമായ റൗളാ ശരീഫ് ഉല്ലേഖനം ചെയ്ത ബഹുമാനപ്പെട്ട സമസ്തയുടെ അർദ്ധചന്ദ്ര നക്ഷത്രാങ്കിത ഹരിതധവള കുങ്കുമ ത്രിവർണ്ണ പതാക വാനിലേക്ക് ഉയർത്തിപ്പിടിച്ചിട്ട് മഹാനായ ഇമാം മഹദിയുടെ പുണ്യം ചെയ്ത ആ ദൃഢമായ കൈത്തണ്ടിന്റെ അകത്തേക്ക് 1000 കുതിരശക്തിയോടുകൂടെ ദീൻ പറയാൻ വേണ്ടിയിട്ട് ഇമാം മഹദി വരുന്ന കാലം വരെ സമസ്തയുടെ പതാക താഴെ പോവല്ല എന്ന് കാലഘട്ടത്തിന്റെ ഏറ്റവും അനിവാര്യ ഘട്ടത്തിൽ ഒത്തുചേർന്ന സ്വാത്വികരായ പണ്ഡിതന്മാർ ആമീൻ പറയുന്നോടത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് 1 മണിക്കൂർ സമയമുണ്ടെന്ന് സമസ്തയുടെ ചരിത്ര ഗ്രന്ഥങ്ങളിലുണ്ട്. വരക്കൽ ഉപ്പാപ്പയുടെ അല്ലാഹു ഖബൂലാക്കിയ ദുആ, അല്ലാഹുവേ ആ പതാകയുടെ താഴെ നിൽക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകുക അല്ലാ. നേരത്തെ പറഞ്ഞ സിറാത്ത് മുസ്തഖീമിലൂടെ പോയ ആ മഹാന്മാരുടെ വഴിയെ ചേരുമ്പോൾ, സാബിഖീങ്ങളുടെ വഴിയെ ചേരുമ്പോൾ, അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചതായ സിറാത്ത് മുസ്തഖീം എന്ന വഴിയിലൂടെ ചേരുമ്പോൾ സ്നേഹം കൊണ്ട് കിട്ടുന്ന, പ്രവർത്തനങ്ങൾ കൊണ്ട് കിട്ടുന്ന, ഖിദ്മത്ത് കൊണ്ട് കിട്ടുന്ന വല്ലാത്ത ഒരു അനുഭൂതിയാ വഴി സ്വർഗത്തിലേക്ക് പോവാൻ, അമല് കൊണ്ട് പോകാൻ പറ്റുമെന്നാണോ ഞാനും നിങ്ങളും ചിന്തിക്കുന്നത്? ഈ മഹാന്മാരെയൊക്കെ മഹബത്ത് വച്ചാലല്ലാതെ സ്വർഗമില്ല. അള്ളാന്റെ സ്വർഗത്തിലേക്ക് പോവാൻ അങ്ങ് പറ്റുമോ? ഇബാദത്ത് കൊണ്ട് പോവാൻ പറ്റുമെന്നാണോ വിചാരിച്ചത്? ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാമല്ലോ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരിക്കൽ ഗൗരവത്തോടുകൂടെ സ്വഹാബത്തിനോട്
നമ്മളോട് പറയാ ലയുദ്ഖില അഹദൻ അമലുഹുൽ ജന്ന, ഒരാളെയും അവൻ ചെയ്ത അമൽ സ്വർഗ്ഗത്തിലേക്ക് പറഞ്ഞയക്കൂല. സയ്യിദുനാ റസൂലുള്ളാഹി ഒരാളെയും അവൻ ചെയ്ത അമൽ സ്വർഗ്ഗത്തിലേക്ക് വിടൂല. സ്വഹാബത്ത് ഒരല്പം മൗനികളായി ചിന്തിച്ചു പോയി. ഒരാളും അവൻ ചെയ്ത അമൽ കൊണ്ട് സ്വർഗ്ഗത്തിലേക്ക് പോകൂല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോ മൗനികളായി നിശബ്ദരായി സ്വഹാബത്തിരിക്കുമ്പോ ഒരു സ്വഹാബി എഴുന്നേറ്റ് നിന്നിട്ട് ചോദിക്കാൻ ഒരൽപ്പം മടിച്ചു. കാരണം ചോദ്യം ഒരു ഉപചോദ്യം. പുന്നാര നബിയോട് ആ ചോദ്യശരം തൊടുത്തു വിടാൻ വേണ്ടി സ്വഹാബി 1000 വട്ടം ആലോചിക്കണം. വലാ അൻത യാ റസൂലല്ലാഹ്, ഇബാദത്ത് ചെയ്ത് പാതിരാവിന്റെ നിശബ്ദതയിൽ നിന്ന് നിസ്കരിച്ച് കാലിൽ നീര് തളം കെട്ടി സുജൂദിലേക്ക് പോയപ്പോൾ പൊട്ടിക്കരഞ്ഞ കണ്ണുനീരിന്റെ ഉപ്പുരസം തൊട്ടറിഞ്ഞ ആയിഷ റളിയല്ലാഹു അൻഹ പോലും സുജൂദിൽ തേങ്ങലടിച്ചത് പുന്നാര നബിയുടെ സക്രാത്തിന്റെ ഹാലാണോ എന്ന് പോലും നനച്ചുപോയ അങ്ങ് പോലും ഇബാദത്ത് കൊണ്ടല്ലേ നബിയെ സ്വർഗത്തിൽ പോവാ, അങ്ങും ഇബാദത്ത് കൊണ്ട് സ്വർഗത്തിലേക്ക് പോവൂലേ? സ്വഹാബിയുടെ ഈ ചോദ്യം ചെല്ലാനൊന്ന് വൈകിയെങ്കിലും അതിന്റെ മറുപടി വരാൻ മുത്തായ നബി ഒട്ടും വൈകില്ല. ആ സമയം തന്നെ പുന്നാര പൂമാന്റെ പ്രതിവചനം വന്നു. വലാ അനാ, സ്വഹാബത്തെ ഇബാദത്ത് കൊണ്ട് ഞാനും സ്വർഗത്തിലേക്ക് ഇല്ല. വലാകി യതഗമ്മദനി അല്ലാഹു ബിഫദ്ലിൻ വറഹ്മ, അല്ലാഹുവിന്റെ ഫദ്ൽ റഹ്മത്ത് ഇല്ലാതെ അല്ലാഹുവിന്റെ സ്വർഗ്ഗം എനിക്കില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി അവിടുന്ന് പോലും സ്വർഗം സ്വന്തമാക്കുന്നില്ല എന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ള ഉമ്മ, എന്റെ പ്രിയമുള്ള സഹോദര, ഈ ഗ്രൗണ്ടിൽ തടിച്ചുകൂടിയ പുരുഷാരത്തോട് ഞാൻ ചോദിക്കട്ടെ, നമുക്ക് അമൽ കൊണ്ട് സ്വർഗത്തിലേക്ക് പോവാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ചോളൂ. എന്നാൽ ഒരു വഴി അള്ളാന്റെ റസൂല് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അന്ന റസൂലൻ സഅല നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനി സഅ, ഒരിക്കൽ ഒരു അഅറാബിയായ സ്വഹാബി പ്രമുഖൻ വന്നുകൊണ്ട് പുന്നാര നബിയോട് ചോദിക്കുകയാ, നബിയേ എന്നാണ് ഖിയാമത്ത് നാള്? അള്ളാന്റെ ഹബീബിനോട് ആ ചോദ്യം ചോദിക്കുമ്പോ പുന്നാര നബി തങ്ങൾ ആ സ്വഹാബിയോട് ചോദിക്കുകയാണ്, വമാ അഅദദത ലഹാ, മോനെ ഖിയാമത്ത് നാളിന് വേണ്ടിയിട്ട് നീ എന്താ ഒരുക്കി വെച്ചിരിക്കുന്നത്? അള്ളാന്റെ കോടതിയിൽ നമ്മെ വിചാരണ ചെയ്യുന്ന ആ ദിവസത്തിന് വേണ്ടി നീ എന്താ ഒരുക്കി വെച്ചിരിക്കുന്നത്? മഹാനായ നിഷ്കളങ്കനായ സ്വഹാബി പറഞ്ഞു, ലാ ശൈആ, ഞാനൊന്നും ഒരുക്കി വെച്ചിട്ടില്ല നബിയേ. ആരായി പറയുന്നത്? പുന്നാര നബിയുടെ കാലഘട്ടത്തിൽ ജീവിച്ച് അവിടുത്തെ പൂമുഖത്ത് നോക്കി പുണ്യം നുകർന്ന സ്വഹാബിയാ പറയുന്നത്. ഖിയാമത്ത് നാളിന് ലക്ഷക്കണക്കിന് റക്അത്തുകളുടെ പ്രതിഫലം കിട്ടുന്ന പള്ളിയിൽ പോയി നിസ്കരിക്കാൻ അവസരമുണ്ടായി മുത്തായ നബിയുടെ സ്വഹാബിയായി ജീവിച്ച മഹാൻ പറയാ, ഖിയാമത്ത് നാളിൽ വിചാരണയുടെ നേരത്ത് എനിക്ക് വിളമ്പി വെക്കാൻ, നിരത്തി വെക്കാൻ എന്റെ കയ്യിൽ സുഹൃതങ്ങളൊന്നുമില്ല നബിയെ. ഇല്ലാ അന്നി ഉഹിബ്ബുല്ലാഹ വറസൂലഹു, എനിക്ക് അല്ലാഹനെ ഇഷ്ടമാ, അല്ലാഹന്റെ റസൂലിനെ ഇഷ്ടമാ, അതല്ലാത്ത ഒന്നും എന്റെ കയ്യില്ല എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, അൻത മഅമൻ അഹ്ബബ്ത, നീ ആരെയാണോ ഇഷ്ടം വെച്ചത് അവരുടെ കൂടെയാ നീ സ്വർഗത്തിലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഒന്നുകൂടി പറയട്ടെ, ആരെയാണോ നീ സ്നേഹിച്ചത് അവരുടെ കൂടെയാ നീ സ്വർഗത്തിലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു, മുസ്ലിം ഉദ്ധരിക്കുന്നു. ഹദീസിന്റെ ബാക്കി കേട്ടോളൂ. ഖാല അനസുൻ ഫമാ ഫറഹനാ ബിശൈഇൻ ഫറഹനാ ബിഖൗലി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻത മഅമൻ അഹ്ബബ്ത. അനസ് തങ്ങൾ പറയാ, അല്ലാഹുവിന്റെ റസൂലിന്റെ ആയിരക്കണക്കിന് ഹദീസ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ പുന്നാര പൂമാൻ പറഞ്ഞ ആയിരക്കണക്കിന് ഹദീസിൽ ഞങ്ങൾ സ്വഹാബികൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഈ ഹദീസ് കേട്ടപ്പോഴാ. എന്തുകൊണ്ടെന്നറിയുമോ? ആരെയാണോ സ്നേഹിച്ചത് അവരുടെ കൂടെ സ്വർഗമുണ്ടെന്നല്ലേ പറഞ്ഞത്. ഫഅന ഉഹിബ്ബുൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എന്റെ കാര്യം പറയട്ടെ, അനസ് തങ്ങൾ പറയാ,
പുന്നാര പൂമാന്റെ കൂടെ 10 വർഷം ഖാദിമായി ജീവിച്ച അനസ് ഇബ്നു മാലിക് തങ്ങൾ പറയാ, ഞാൻ എന്റെ കാര്യം പറയട്ടെ, എനിക്ക് അള്ളാന്റെ റസൂലിനെ ഇഷ്ടമാ. അബൂബക്കറിൻ വ ഉമറ, എനിക്ക് അബൂബക്കർ തങ്ങളെ ഇഷ്ടമാ, ഉമർ തങ്ങളെ ഇഷ്ടമാ. സ്വഹാബികളിൽ പ്രമുഖരായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എനിക്ക് ഇഷ്ടമാ, സൽമാനുൽ ഫാരിസിയെ എനിക്ക് ഇഷ്ടമാ, സഅദ് ഇബ്നു അബീ വഖാസിനെ ഇഷ്ടമാ. നമുക്കും ഇഷ്ടപ്പെടാമല്ലോ. മഹാന്മാരെ സ്നേഹിച്ചു കഴിഞ്ഞാൽ വഅർജു അൻ അകൂന മഅഹും ബിഹുബ്ബി ഇയാഹും, അവരെ സ്നേഹിച്ചതിന്റെ കാരണത്താൽ, അവരോടുള്ള മഹബ്ബത്താൽ അവര് പോകുന്ന സ്വർഗ്ഗത്തിൽ ആ മഹബ്ബത്ത് കൊണ്ട് എനിക്ക് പോവാൻ കഴിയുന്നു. വഇല്ലം അഅമല ബിമിസ്ലി അഅമാലിഹിം, അവര് ചെയ്ത അമലൊന്നും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും 2 മണിക്ക് ഞാൻ എഴുന്നേൽക്കും. ഫൈളി എന്നോട് പറയുകയാ മഹാനായ സംകേതങ്ങള്, 2 മണിക്ക് ഞാൻ എഴുന്നേൽക്കും. കാലങ്ങൾ കുറേയായി അങ്ങനെ ആയിട്ട്. സുബഹി വരെ ഇബാദത്ത്. നമ്മൾ കണ്ട തൊട്ടുമുത്തിയ മഹാനായ സംകേതങ്ങള് 2 മണിക്ക് എഴുന്നേറ്റ് സുബഹി വരെ വർഷങ്ങളോളം ഇബാദത്ത്. ഇങ്ങനെ പറയാനൊരു സാഹചര്യമുണ്ട്. എറണാകുളം ജില്ലയിൽ ഒരു വഅദിന് ഞാൻ പോകുമ്പോ അന്ന് ആ വഅദിൽ ദുആരക്കാൻ മഹാനായ തങ്ങളാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ ഒരുമിച്ചൊരു വാഹനത്തിലാ. അന്ന് തങ്ങളുടെ വീട്ടിലേക്ക് എത്താൻ ഏകദേശം 2 മണിയോടടുത്ത സമയം. ഇടക്കിടക്ക് ആ പാവം വാച്ചിൽ നോക്കുമ്പോ ഞാൻ ചോദിച്ചെന്താണ് തങ്ങളെ, 2 മണിയാവാനായല്ലോ. അതാ ഞാൻ നോക്കിയത്, ഒന്ന് കിടക്കണം എനിക്ക്. ഞാൻ ചോദിച്ചു, ഇനി എപ്പോഴാ എണീക്ക? എപ്പോ കിടന്നാലും ഞാൻ 2 മണിക്ക് എഴുന്നേൽക്കും. ആ 2 മണി മുതൽ ആരെയും ബോധ്യപ്പെടുത്താതെ നാം കണ്ട നിഷ്കളങ്ക നിർഭരമായ രൂപഭാവമല്ലേ സംകേതങ്ങള്. അവരെയൊക്കെ നമ്മൾ ഇഷ്ടം വെക്കുന്നുണ്ടല്ലോ. അവര് ചെയ്ത അമലുകളൊന്നും ചെയ്യാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലോ. സ്വഹാബിയായ അനസ് തങ്ങൾ പറയാ, വഇല്ലം അഅമല ബിമിസ്ലി അഅമാലിഹിം, അവര് പോകുന്ന സ്വർഗ്ഗത്തിൽ പോവാൻ അവരോടുള്ള ഹുബ്ബ് കൊണ്ട് കഴിയാ, അവരോടുള്ള ഹുബ്ബ് കൊണ്ട് കഴിയാ. അവർ ചെയ്ത പോലെ അമൽ ചെയ്തില്ലെങ്കിലും അല്ലാഹു അത് പരിഗണിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി